സസ്പെൻസ് നിർത്തിയിട്ട് അവസാനം ആ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. അപ് ടു 12 lakhs there is no income tax. പക്ഷേ അത് തന്നെ സാലറീഡ് ക്ലാസ് ആണെങ്കിൽ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. 12 ലക്ഷം വരെ നികുതി ഇല്ല, പക്ഷെ 12,100 രൂപയാണ് ഒരാളുടെ നികുതി, അല്ലെങ്കിൽ 12,11,000 രൂപയാണ് ഒരാളുടെ ഒരു വാർഷിക വരുമാനം. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ടാക്സ് ആവില്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അപ്പൊ ഈ ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഒന്ന് ഡയറക്ട് ടാക്സിൽ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സ്, ഡയറക്ട് ടാക്സിൽ പേഴ്സണൽ ഇൻകം ടാക്സും ഉണ്ട്, പിന്നെ കോർപ്പറേറ്റ് ടാക്സും ഉണ്ട്. കോർപ്പറേറ്റ് ടാക്സിൽ 2019 വലിയ മാറ്റങ്ങൾ വരുത്തിയതാണ്. അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഈ വർഷം വളരെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സാമ്പത്തിക നികുതി പരിഷ്കാരങ്ങളാണ് ഇൻകം ടാക്സിൽ സർക്കാർ നടത്തിയത്. 12 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിന് ഇൻകം ടാക്സ് ഇല്ല എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല. എല്ലാവരുടെയും പ്രതീക്ഷ ഒരു 7 ലക്ഷം വരെ ഇപ്പോ ഉണ്ടായിരുന്നു. ആ 7 ലക്ഷത്തിന് തന്നെ കുറെ എക്സംഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ആ 7 ലക്ഷം എന്നുള്ളത് പരമാവധി 10 ലക്ഷം ആകും എന്നുള്ളതായിരുന്നു ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷ. അതായിരുന്നു ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷ. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും കവച്ചു വെച്ചുകൊണ്ട് 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതിയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് അത് നീക്കി വെച്ചു അവര്. കാരണം അതുവരെ സസ്പെൻസിലായിരുന്നു, എല്ലാവരും അതാണ് ഉറ്റുനോക്കിയിരുന്നത്. അത് അവസാനത്തെ പറഞ്ഞുള്ളൂ. അതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് സസ്പെൻസ് നിർത്തിയിട്ട് അവസാനം ആ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. അപ് ടു 12 lakhs there is no income tax. പക്ഷേ അത് തന്നെ സാലറീഡ് ക്ലാസ് ആണെങ്കിൽ, ശമ്പളം വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രകാരം 75,000 രൂപയുടെ ഒരു കിഴിവ് വേറെയും കിട്ടും. അപ്പോ സാലറീഡ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം 12.75 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് നികുതിയില്ല എന്നുള്ള വലിയൊരു പ്രഖ്യാപനമാണ് സർക്കാർ ധനമന്ത്രി ബജറ്റിലൂടെ ചെയ്തത്. ഈ ഒരു ടാക്സ് റിഫോമിന്റെ തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതിന്റെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഉത്തേജിപ്പിക്കാനുള്ള ഒരു പുതിയ ബജറ്റ് സ്ട്രാറ്റജി ഞാൻ വിശദീകരിക്കാം. ആ പുതിയ ബജറ്റ് സ്ട്രാറ്റജി എന്നുള്ളതായിരുന്നു അതിനകത്ത് സ്ലൈഡ് ഹാസ് കം. താങ്ക് യു. ആ സ്ലൈഡ് വന്നിട്ടുണ്ട്. ആ സ്ലൈഡിൽ വി ക്യാൻ ഗോ വിത്ത് ദ സ്ലൈഡ് പ്രസന്റേഷൻ. ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. ഇതിപ്പോ കണ്ടന്റ്സ് ആണ്. നമ്മൾ ടാക്സ് റീഫോംസിൽ നമ്മൾ തുടങ്ങും. ടാക്സ് റീഫോംസ്, സാമ്പത്തിക വളർച്ച, ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ എനിക്കറിയാം വളരെ ഇക്കണോമിക്സിലൊന്നും അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാത്ത കുട്ടികളൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇക്കണോമിക്സിലെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. സമയവും കുറവാണല്ലോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണുള്ളത്. ചിലത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട്, ഷാജുവിന്റെ അടുത്ത് പറഞ്ഞത് അഡ്വാൻസ്ഡ് ആയിട്ട് പോയിക്കോളൂ സാർ, കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം എങ്ങനെയാന്നുള്ളത്. അപ്പോ രണ്ടാമത്തെ സ്ലൈഡ് മാറ്റിക്കോളൂ, രണ്ടാമത്തെ സ്ലൈഡിലേക്ക് കൊടുത്തോളൂ. ഓക്കെ. പിന്നെ IT റിലീഫ് ഫോർ ദ മിഡിൽ ക്ലാസ്. ഇടത്തരക്കാർക്ക്, മിഡിൽ ക്ലാസ്സിന് വലിയ ഇൻകം ടാക്സ് റിലീഫാണ് കൊടുത്തത്. അത് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ നമ്മൾ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ബജറ്റ് സാമ്പത്തിക സാഹചര്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക സാഹചര്യം എന്താണ്, സാമ്പത്തിക വെല്ലുവിളികൾ എന്താണ്, ആ വെല്ലുവിളികളെ പരിഹരിക്കാൻ, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉള്ള ഒരു ഫിസ്ക്കൽ പോളിസിയാണ് ബജറ്റ്. അപ്പൊ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഇക്കണോമിക് സിനാറിയോ, അതിലേക്ക് പോവാം. അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ചില മേഖലകളിൽ, ഉദാഹരണത്തിന് ലെതർ ഇൻഡസ്ട്രി, ടോയ്സ്, ഫുഡ് പ്രോസസ്സിംഗ്, ഇതൊക്കെ കൂടുതൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളാണ്. ആ തൊഴിലധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് പോവാം. പിന്നെ പ്രധാനമായിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇക്കോണമിസ്റ്റുകളൊക്കെ വളരെ ഊന്നുന്നത് ധനക്കമ്മി കുറച്ചുകൊണ്ടുവരിക, കമ്മി കുറയ്ക്കണം. സർക്കാർ കണ്ടമാനം പണം
കേരള സർക്കാർ അതാ ചെയ്യുന്നത്. ഒരുപാട് തന്നെ ആവശ്യത്തിനും കൂടുതൽ പൈസ കടം വാങ്ങുക. കടം വാങ്ങി ചെലവിടുമ്പോൾ പലിശ ഭാരം ഇങ്ങനെ കൂടി വരും. കേരളത്തിന്റെ പ്രശ്നം അതാണ്. കടം വാങ്ങുന്ന പൈസ പലിശ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോ കടം വാങ്ങുന്നത് കുറയണം. കടം വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. കടം വാങ്ങുന്ന പണം അധികം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നടത്തുകയാണ് ചെയ്യേണ്ടത്. അത് റോഡ്, പാലങ്ങൾ, അതുമാതിരിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പണിയുകയാണെങ്കിൽ അത് സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം അനുകൂലമാവും. അല്ലാതെ സർക്കാർ കടം വാങ്ങിയിട്ട് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് കമ്മി കുറച്ചു കൊണ്ടുവരണം. ആ കമ്മി കുറച്ചുകൊണ്ടുവരുന്ന ആ പ്രക്രിയക്കാണ് ഫിസ്ക്കൽ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോ കമ്മി കുറച്ചു കൊണ്ടുവരുന്നതിൽ ഈ സർക്കാർ എത്രമാത്രം വലിയൊരു വിജയമാണ് അത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യയിലെ വലിയ മാറ്റങ്ങൾ ചില മേഖലകളിൽ ഉണ്ടാവുന്നുണ്ട്. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിക്കുന്ന ചെറിയൊരു ചുമയുണ്ട്. ഒരുപാട് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതെന്താന്ന് വളരെ ചുരുക്കി നമുക്ക് പരിശോധിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണല്ലോ നിങ്ങളൊക്കെ തന്നെ. അപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയില് നമ്മള് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് പറയാ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനസംഖ്യയാണ് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാര് ലേബർ ഫോഴ്സിലേക്ക് വരുന്ന രാജ്യമാണ് ഇന്ത്യയിൽ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോവാം. അപ്പൊ അത് വലിയൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷെ ആ ആനുകൂല്യത്തിന് മുതലെടുക്കണമെങ്കിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാവണം ഇക്കോണമിയിൽ. ജോബ് ക്രിയേഷൻ ഈസ് ദ ബിഗസ്റ്റ് ചാലഞ്ച്. നിങ്ങളെ പോലെ പഠിച്ചു പുറത്തു വരുന്ന യോഗ്യതയുള്ള സ്കില്ലുള്ള കുട്ടികൾക്ക് ജോബ് വേണം. ഇന്ത്യയിൽ ജോബ് വേണം. ഇനി ഇന്ത്യയിലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ വിദേശത്തെ ജോലികൾ ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ആ ഒരു വൈദഗ്ധ്യം വേണം, സ്കില്ല് വേണം. അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ആയിട്ടുള്ളത്. ആ മേഖലയിൽ സർക്കാർ എന്തൊക്കെയാണ് ഇനീഷ്യേറ്റീവ്സ്, ഇതാണ് ഞാൻ ഇന്ന് ഈ ബജറ്റിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ആ കണ്ടൻസ് ഇതാണ്. ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അടുത്തേക്ക് പോവാം. പ്രധാനമായിട്ട് ബജറ്റിന്റെ ഫോക്കസ് 3 കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഒന്ന് ടാക്സ് റിഫോംസ് ആണ്. പ്രത്യക്ഷ നികുതിയിൽ, പരോക്ഷ നികുതി അല്ല. പരോക്ഷ നികുതി ബജറ്റിൽ വരുന്നതല്ല. പരോക്ഷ നികുതി പ്രധാനമായിട്ടും GST ആണല്ലോ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. കേന്ദ്ര സർക്കാരും എല്ലാ സംസ്ഥാന സർക്കാരും, കേന്ദ്ര ധനമന്ത്രിയും എല്ലാ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരും ചേർന്ന് ഏകകണ്ഠമായി മാത്രമേ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സംവിധാനമാണ് GST കൗൺസിൽ. ആ GST കൗൺസിലിന്റെ കീഴിലാണ് പരോക്ഷ നികുതികൾ, ഇൻഡയറക്ട് ടാക്സസ്, GST വരുന്നത്. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് ബജറ്റിന്റെ ഭാഗമായിരുന്നു. അപ്പോ അത് നമ്മുടെ ടാക്സ് റിഫോംസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ടാക്സ് റിഫോംസ് ആണ്. പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഈ കോർപ്പറേറ്റ് ടാക്സിൽ വലിയ മാറ്റം വരുത്തി 2019 അതിപ്പോ യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ പേഴ്സണൽ ഇൻകം ടാക്സിൽ വലിയ മാറ്റം വരുത്തി. പിന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയൊരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഈ ടാക്സ് റിഫോമിന്റെ തന്നെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ വലിയ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത സ്ലൈഡിൽ നിന്ന് നമുക്ക് പുതിയ ഇൻകം ടാക്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഹാളില് ഈ സ്ലൈഡെല്ലാം തന്നെ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. കാരണം അങ്ങനെയാണ് പതിവ്. അതൊന്ന് വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനം. അതായത് ഒരു മാസം 1 ലക്ഷം രൂപ, നല്ല വരുമാനമാണ്, ഉയർന്ന വരുമാനം. 1 ലക്ഷം രൂപ വരെ ഒരു മാസ വരുമാനമുള്ള ആൾക്കാർ നികുതി കൊടുക്കേണ്ട. സാലറീഡ് ക്ലാസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 12.75 lakhs വരെ ഇൻകം ടാക്സിന് എക്സംഷൻ ആണ്. പക്ഷെ എക്സംഷൻ ആണെങ്കിലും ഇൻകം ടാക്സ് എക്സംഷൻ കഴിഞ്ഞ് ടാക്സ് തുടങ്ങുന്നത് 12 ലക്ഷത്തിൽ നിന്നല്ല. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ലക്ഷം വരെ 0% നികുതിയില്ല, എക്സംഷൻ ആണ്. പിന്നെ 4 ലക്ഷം മുതൽക്ക് 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% നികുതിയുണ്ട്. 8% മുതൽക്ക് 12 ലക്ഷം, 8 ലക്ഷം മുതൽക്ക് 12 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനത്തിന് 10% നികുതിയുണ്ട്. പിന്നെ 12 to 16 വരെ 15% നികുതി. അടുത്ത സ്ലാബ് 16 to 20, പിന്നെ 20 to 24, പിന്നെ 24ന്റെ മുകളിൽ 4 ലക്ഷത്തിന്റെ സ്ലാബാണ്. 4 to 8, 8 to 12, 12 to 16, 16 to 20, 20 to 24, എബവ് 24.
7 സ്ലാബ്സ് ആണ് സീറോ ടാക്സ് അടക്കമുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു 12 ലക്ഷം വരെയുള്ള ഇൻകത്തിന് എക്സംഷൻ ആണ്, 12.25 വരെ ഇൻകം ടാക്സ് ഈ സാലറി ക്ലാസ്സിന്. പക്ഷേ 4 ലക്ഷം മുതൽ തന്നെ ഇൻകം ടാക്സ് തുടങ്ങും. പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം അന്ന് അങ്ങനെയാണ്, 12 ലക്ഷം രൂപ വരെയുള്ള ടാക്സിന് ഇൻകത്തിന് ടാക്സ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ 4 തൊട്ട് 8 വരെ 5%, 8 തൊട്ട് 12%? അതെന്താണ്, കൺഫ്യൂസിങ് അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താ വെച്ചാല് 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട. പക്ഷെ 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ 4 തൊട്ട് 8 ലക്ഷം വരെ 5% എന്ന് പറഞ്ഞാല് 4 ലക്ഷത്തിന്റെ 5% എന്ന് പറഞ്ഞാല് 20,000 രൂപയാണ്. പിന്നെ 8 തൊട്ട് 12 ലക്ഷം വരെ 10% എന്ന് പറഞ്ഞാല് 40,000 രൂപയാണ്. അപ്പൊ 20ഉം 40ഉം 60,000 രൂപ ടാക്സ് കൊടുക്കണം. പക്ഷെ ആ ടാക്സ് എമൗണ്ടിനെ ടാക്സ് റിബേറ്റ് ആയിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ 60,000 രൂപ ടാക്സ് റിബേറ്റ് ഉള്ളത് കൊണ്ട് ഈ 12 ലക്ഷം വരെ ടാക്സ് ആവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ 12 ലക്ഷം കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ഈ 4 ലക്ഷത്തിൽ നിന്ന് തന്നെ ടാക്സ് തുടങ്ങും. അപ്പോഴും ഒരു ചോദ്യമുണ്ട്, 12 ലക്ഷം വരെ നികുതി ഇല്ല, പക്ഷെ 12,100 രൂപയാണ് ഒരാളുടെ നികുതി, അല്ലെങ്കിൽ 12,11,000 രൂപയാണ് ഒരാളുടെ ഒരു വാർഷിക വരുമാനം. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ടാക്സ് ആവില്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതില്ല. അവിടെയും ഈ 60,000 രൂപ വരെയുള്ള ടാക്സ് റിബേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാല് മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷർ ഉണ്ട്. അതായത് 10 ലക്ഷം കഴിഞ്ഞിട്ടുള്ള വരുമാനം 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപയാണ് ടാക്സ് ആയിട്ട് വരുള്ളൂ. അതായത് വരുമാനത്തിൽ ഉണ്ടാവുന്ന വർധനവിനേക്കാളും കൂടുതൽ നികുതി വരുന്നില്ല എന്നർത്ഥം. അതാണ് ഈ മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത്. സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ കുറെ സമയം വേണ്ടി വരും. അത് ഷാജു ഈ ഏരിയയിൽ എക്സ്പെർട്ടാണ്, എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് ഷാജുവിന് പറഞ്ഞുതരാൻ സാധിക്കും. അപ്പൊ ഷാജു പറഞ്ഞു തരുക. അപ്പൊ ഇതില് പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ്, 12 ലക്ഷം വരെയുള്ള വരുമാനത്തിന്, വാർഷിക വരുമാനത്തിന് ഇൻകം ടാക്സ് ഇല്ല. അത് ആരും പ്രതീക്ഷിച്ചതല്ല. പരമാവധി ഒരു 8 ലക്ഷം, മാക്സിമം 10 ലക്ഷമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അപ്പൊ എല്ലാവരുടെയും പ്രതീക്ഷയെ കടത്തി വെട്ടിയിട്ടാണ് ധനമന്ത്രി ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു. വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. 60,000 രൂപ വരെയുള്ള ടാക്സ് റിബേറ്റ് ഉണ്ട്. ആ ടാക്സ് റിബേറ്റ് ആണ് ഈ 12 lakhs വരെയുള്ള ഇൻകത്തിന് എക്സെപ്ഷൻ കിട്ടുന്നത്. പിന്നെ മാർജിനൽ റിലീഫ് ഉണ്ട് 12 ലക്ഷം കൂടുതൽ വരുമാനമുള്ള ആൾക്കാർ. അപ്പോൾ എന്നാണോ കൂടുതൽ വരുമാനം അതിനേക്കാൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല. പിന്നെ 50 ലക്ഷത്തിനേക്കാളും കൂടുതൽ വാർഷിക വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സർചാർജ് ഉണ്ട്. അപ്പോൾ മാസത്തിൽ 4 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള വളരെ ധനികരായിട്ടുള്ള വിഭാഗമാണ്. അവർക്ക് ഈ നേരത്തെ പറഞ്ഞ 30% പുറമെ ഒരു 10% സർചാർജ് ഉണ്ട്. 2 കോടിയിൽ കൂടുതലാണെങ്കിൽ 25% സർചാർജ്. പണ്ട് 5 കോടിക്ക് മുമ്പ് 37% ടാക്സ് സർചാർജ് ഉണ്ടായിരുന്നു. അത് ഒരുപാട് നികുതി വെട്ടിപ്പിനൊക്കെ ഇടയാക്കി. അത് കാരണം അത് ഒഴിവാക്കിയിട്ട് 25% എന്നുള്ള ആ ഒരു സർചാർജ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ മൊത്തം ഈ നികുതി റാഷണലൈസ് ചെയ്തതിന്റെ ഫലമായിട്ട്, നികുതി പരിഷ്കാരം നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ട് ഗവൺമെന്റ് സാക്രിഫൈസ് ചെയ്യുന്നത്, ഗവൺമെന്റിന് നഷ്ടമാവുന്നത് 1.21 ലക്ഷം കോടി രൂപയാണ് പേഴ്സണൽ ഇൻകം ടാക്സ് റിലീഫ്. ഇതിനർത്ഥം 1.21 ലക്ഷം കോടി രൂപ ടാക്സ് പേയേഴ്സിന് റിലീഫ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ മൊത്തം 1.21 ലക്ഷം കോടി രൂപയാണ് ഗവൺമെന്റ് ഇൻകം ടാക്സ് റവന്യൂ സാക്രിഫൈസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം 1.21 ലക്ഷം കോടി രൂപ മൊത്തമായിട്ട് ടാക്സ് പേയേഴ്സിന് ടാക്സ് റിലീഫ് ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് 25-26 സാമ്പത്തിക വർഷത്തില് ഈ വർഷത്തെ അപേക്ഷിച്ച് 1.21 ലക്ഷം കോടി രൂപ ഇൻകം ടാക്സ് പേയേഴ്സിന് നികുതി കൊടുക്കാതെ നികുതി ആനുകൂല്യമായിട്ട് ലഭിക്കും. അത്രയും പണം അവരുടെ കയ്യിൽ വരും. ആ പണം അവര് ചെലവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പെൻഡിച്ചർ ആണ് കൺസംഷൻ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള സ്ട്രാറ്റജി. ഈ ബജറ്റിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്താ സ്ട്രാറ്റജി? കൺസംഷനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ വിശദീകരിച്ച് അത് പിന്നീട് പറയാം. കാരണം കഴിഞ്ഞൊരു 3 വർഷത്തില് ഇന്ത്യയിൽ ഉയർന്ന സാമ്പത്തിക വളർച്ച ഉണ്ടായത്
സർക്കാരിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഫലമായിട്ടാണ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല. കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറച്ച് ദുർബലമായിരുന്നു. ആ ദുർബലമായിട്ടുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു ടാക്സ് റിലീഫ് കൊടുക്കുന്നത്. മാത്രമല്ല സർക്കാരിന്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആവശ്യമാണ്, എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻഡിച്ചറിലൂടെ ഇക്കോണമിനെ തുടർച്ചയായിട്ട് വളർത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരു പുതിയ ഒരു ചേഞ്ച് ഇൻ സ്ട്രാറ്റജിയാണത്. കാരണം ഇന്ത്യയിലത്തെ നമ്മുടെ GDP നോക്കുകയാണെങ്കിൽ, എക്സ്പെൻഡിച്ചർ സൈഡിലൂടെ GDP നോക്കുകയാണെങ്കിൽ, ഇപ്പൊ പ്രീ ഡിഗ്രിക്ക് അല്ല +2 ഇക്കണോമിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, നാഷണൽ ഇൻകം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ GDP പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ GDP പ്രോഡക്റ്റ് ഇൻകം എക്സ്പെൻഡിച്ചർ, ഈ 3 കാഴ്ചപ്പാടിലൂടെയാണ് അതിനെ മെഷർ ചെയ്യുക. അപ്പൊ എക്സ്പെൻഡിച്ചർ കാഴ്ചപ്പാടില് നോക്കുകയാണെങ്കിൽ ഇക്കോണമിയിലെ മൊത്തം കൺസംഷൻ എക്സ്പെൻഡിച്ചർ GDPന്റെ 62%. അപ്പോൾ GDPയിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വളരണം. അപ്പൊ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ച ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള ഇക്കണോമിക് പോളിസി. അതാണ് ഇക്കണോമിക് സ്ട്രാറ്റജിയാണ്.